അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സിമ്പിൾ ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ബ്രെഡ് പോക്കറ്റ് റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വീഡിയോട്ട് പോയാലും ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം. ഫില്ലിങ്സിന് ആവശ്യമായിട്ടുള്ള കേബേജും ക്യാരറ്റും നന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര സ്ലൈസായിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ, എന്നാലേ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് വേണ്ടത് മല്ലിച്ചപ്പാണ്, അതും വയറ് തിന്നായിട്ട് അരിഞ്ഞെടുക്കാം. പിന്നെ നമുക്ക് എരിവിനായിട്ടുള്ള പച്ചമുളകാണ് വേണ്ടത്. ഞാൻ ഇവിടെ 2 എണ്ണമാണ് എടുത്തിട്ടുള്ളൂ. എരിവിന് അനുസരിച്ച് നമുക്കത് എടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് സവാളയാണ്. അതൊരു സവാളയുടെ കഷ്ണമാണ് വേണ്ടുള്ളൂ. അതും ഭയങ്കര തിന്നായിട്ട്, അതായത് നമ്മൾ നുറുക്കി ഇടുമല്ലോ, അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് സവാള ഇടേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് ചിക്കനാണ്. ചിക്കൻ ഇവിടെ കഴുകി ഫ്രഷ് ആക്കി എടുത്തിട്ടുണ്ട്. അതായത് ബോൺലെസ് ചിക്കനാണ് വേണ്ടത്. അതിലേക്ക് നമുക്കിനി സ്പൈസസ് ആഡ് ചെയ്യാം. ചില്ലി പൗഡർ, ടെർമറിക് പൗഡർ, ഫെനുഗ്രിക് പൗഡർ, ചിക്കൻ മസാല, പെപ്പർ പൗഡർ, അല്പം സോയാ സോസ്, ആവശ്യത്തിന് ടൊമാറ്റോ സോസും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത ശേഷം ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് വേണ്ടത് എഗ്ഗാണ്. 3 എഗ്ഗ് നമുക്ക് പൊട്ടിച്ചിട്ടൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യമായ സാൾട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് ബ്രെഡ് എടുത്തിട്ട് നമുക്ക് 4 ഭാഗവും നന്നായിട്ട് എഗ്ഗിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസിലേക്ക് നമ്മൾ മയോണൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ബ്രെഡ് പോക്കറ്റ് സെറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ സെൻറ്ററിൽ കൂടെ കട്ട് ചെയ്താൽ നമുക്ക് ഇതേപോലെ ഒരു പോക്കറ്റ് സെറ്റായി കിട്ടും. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് നമുക്കതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഫില്ലിങ് ഫില്ല് ചെയ്തെടുക്കാൻ നോക്കാം. ബ്രെഡ് പോക്കറ്റിൽ നന്നായിട്ട് ഫില്ലിങ് ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് കിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ടുള്ള ബ്രെഡ് പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്കാണ്.